ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ്, നമ്മുടെ എക്സാമിനേഷൻ എത്തിയിരിക്കുകയാണ്. എല്ലാവരും സോഷ്യൽ സയൻസിന്റെ പ്രിപ്പറേഷനുകളിൽ മുഴുകിയിരിക്കുകയും ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഏറ്റവും അവസാനത്തെ സമയമായതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പല കാര്യങ്ങളുമാണ്. പക്ഷേ അതിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് വളരെയധികം ഫോക്കസ്ഡ് അല്ലാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യണമെന്നുള്ള ആ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ കാണുക. ഇപ്പൊ നിങ്ങളുടെ പല ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരിക്കും. അവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങണം, എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ അറിയാതെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു സൊല്യൂഷൻ ആണ്, നിങ്ങൾക്കുമുള്ള ഒരു സൊല്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ റെഡി അല്ലേ മക്കളെ? ഓക്കെ, നമ്മുടെ സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷൻ നമ്മൾക്ക് അറിയാം ഫെബ്രുവരി 25 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്ത വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, സാർ എനിക്ക് എന്തൊക്കെയോ അറിയാം, എന്നാലും എന്തൊക്കെയോ അറിയില്ല, എനിക്ക് ഏതൊക്കെയോ പഠിക്കണമെന്നുണ്ട്, പക്ഷെ എവിടെ പഠിക്കും? ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന മക്കളുടെ ഇടയിൽ താഴെ കമന്റ് ബോക്സിൽ ഒരു ചിരിക്കുന്ന സ്മൈലി മാത്രം ഇട്ടാൽ മതി. അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എത്ര പേര് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. നിങ്ങളുടെയൊക്കെ കുറേ ആളുകളുടെ ഇഷ്യൂ അതല്ലേ, എന്തൊക്കെയോ അറിയാം, എല്ലാ ചാപ്റ്റേഴ്സിന്റെയും അവിടെ ഇവിടെയൊക്കെ അറിയാം, പക്ഷെ മുഴുവനായിട്ട് അറിയില്ല. ഞാൻ അതിൽ ഏതിലേക്ക് ഫോക്കസ് ചെയ്യണം, ഇനി ഞാൻ എവിടുന്ന പഠിച്ചു തുടങ്ങേണ്ടത്, എനിക്ക് ഏതൊക്കെ അറിയാത്തത് എന്ന് പോലും എനിക്ക് അറിയാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ മക്കളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ വണ്ണ് തന്നെ കിട്ടുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് ആക്ച്വലി നമുക്ക് നോക്കാം. ഇവിടെ നോക്കുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് 19 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ആക്ച്വലി 20 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലൊരു മാപ്പ് വർക്ക് ആയതുകൊണ്ട് തന്നെ 19 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഹിസ്റ്ററിയിൽ ഒരു 4, ജിയോഗ്രഫിയിൽ ഒരു 6, അതുപോലെ തന്നെ എക്കണോമിക്സ് 4, പൊളിറ്റിക്കൽ സയൻസ് ഒന്നാണ് 5. അതെന്ത് ചെയ്തു, ജിയോഗ്രഫിയിലും മാപ്പ് വർക്കും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 7 ആക്ച്വലി വരുന്നുണ്ട്. അത് നമുക്ക് 19 ചാപ്റ്റേഴ്സ് ആണ് വി മെയിൻലി ഫോക്കസിങ് ഓൺ ഇറ്റ്. 19 ചാപ്റ്റേഴ്സ്, അതും ഈ ഒരു 4 ഡേയ്സിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇനിയുള്ള 4 ഡേയ്സ് ആയുള്ളത്. കഴിഞ്ഞ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ഡേയ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് 4 ഡേയ്സ് മാത്രമാണ് ബാക്കി വരുന്നത്. ഇതിനിടയിൽ എവിടേക്കോ എന്തൊക്കെയോ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കോൺസെപ്റ്റ്സുകൾ പഠിക്കുക എന്നുള്ളതാണ്. ഓരോ ടോപ്പിക്കുകളുടെയും ഓരോ ചാപ്റ്റേഴ്സിന്റെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ, അതിനെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. അത് മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഓരോ ഹെഡിങ്ങുകളും സബ് ഹെഡിങ്ങുകളും അല്ല പോയിന്റുകൾ എന്ന് പറയുന്നത്. ആ ഒരു ചാപ്റ്ററിന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത് ഇസ് ഇമ്പോർട്ടന്റ് വൺ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇസ് അനദർ ഇമ്പോർട്ടന്റ് വൺ. അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിനെ നന്നായിട്ട് പഠിച്ചേക്കാം. ആ പഠിച്ച അതേ സമയത്ത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ നമ്മളൊരു പുതിയ കോൺസെപ്റ്റ് പഠിച്ചു, പുതിയൊരു കോണ്ടന്റ് പഠിച്ചു, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലൊക്കെ റെഡിയാണ്. നിങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്നെ തോന്നും, അതിൽ പലതും ഞാൻ മറന്നുപോയോ, ഇനി എനിക്ക് അതൊന്നും കൂടെ വായിക്കണം. അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യം എന്താ അറിയോ, ആക്ച്വലി റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ തൊട്ട് മുൻപ് പഠിച്ച കോണ്ടന്റിനെ ജസ്റ്റ് എന്ത് ചെയ്യണം എന്നറിയോ, ഒരു 5 hours അല്ലെങ്കിൽ 6 hours ഒക്കെ കഴിയുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യാം, റാൻഡം ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഷോർട്ട് നോട്ടുകളൊക്കെ എന്ത് ചെയ്യാം, ഒന്നിനെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു റിവൈസിങ് നമുക്ക് നിർബന്ധമാണ്. മിനിഞ്ഞാന്ന് പഠിച്ച അല്ലെങ്കിൽ ഒരു 1 week മുമ്പ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഫുള്ളായിട്ട് മറന്നുപോയ സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, റാപ്പിഡ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് റിവൈസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ കോൺസെപ്റ്റുകൾ പഠിച്ചോ, അതിനെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ യു ക്യാൻ അറ്റൻഡ് ദ എക്സാമിനേഷൻ വെരി വെൽ. സോ എക്സാമിനേഷന്റെ നൈറ്റില്, തലേ ദിവസം നൈറ്റിൽ നമ്മുടെ മെഗാ മാരത്തോൺ വരുന്നുണ്ട്. ആ മെഗാ മാരത്തോണിലാണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് മോർണിംഗ് ബൂസ്റ്ററിലാണെങ്കിലും അത് കഴിഞ്ഞ് നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന മൂവ്മെന്റിലെ വഴിയിലാണെങ്കിലും നിങ്ങൾ എല്ലായിടത്തും ഫോക്കസ് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ റിവൈസ് 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 എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ നന്നായിട്ട് എഴുതിയിരിക്കാം. റിവിഷൻ നിങ്ങളുടെ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യാം. റിവിഷൻ എന്ന് പറയുന്നത് ഇവിടെ പഠിക്കുന്ന പോലെ കോൺസെപ്റ്റുകൾ പഠിക്കുന്ന പോലെ അല്ല നിങ്ങളുടെ റിവിഷൻ വേണ്ടത്. കോൺസെപ്റ്റുകൾ പഠിച്ചത് നിങ്ങൾ മേ ബി എഴുതി നോക്കിയിട്ട് പഠിച്ച ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഷോർട്ട് നോട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് പഠിച്ച ആളുകൾ ഉണ്ടായിരിക്കും. അവർ ചെയ്യേണ്ടത് എന്താണ്, ജസ്റ്റ് ആ ഷോർട്ട് നോട്ടുകൾ മാത്രം എന്ത് ചെയ്യാം, വായിച്ചു നോക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതിന് മുഴുവനായിട്ട് എന്ത് ചെയ്യില്ല, വീണ്ടും പഴയ പോലെ തന്നെ സ്റ്റാർട്ടിൽ എൻഡ് വരെ വായിക്കാം. ഇറ്റ്സ് നോട്ട് പോസിബിൾ. നിങ്ങൾ ആ ഒരു ടോപ്പിക്കുകൾ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഫെമിലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ അവിടെ നിങ്ങൾ അതാണ് ആക്ച്വലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ദെൻ
നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ക്വസ്റ്റ്യനുകളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഏറ്റവും അവസാനത്തെ ടൈം പീരീഡ് ആണല്ലോ. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും 3 ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്കാണ് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ദ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ്. നമ്മുടെ ടീച്ചേഴ്സിന്റെ ലൈവുകളൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് അവരെല്ലാം പറയുന്നുണ്ടായിരിക്കും ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഇവിടുത്തെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷെ മാർക്ക് ഇറ്റ് ഡൗൺ. എന്നിട്ട് ആ ക്വസ്റ്റ്യന്റെ ആൻസർ പഠിക്കാതെ പിന്നെ മുന്നോട്ട് പോകരുത്. ആ മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്തിരിക്കണം, റെഫർ ചെയ്തിരിക്കണം. then അത് കഴിഞ്ഞാൽ യു ഷുഡ് ബി വർക്ക് ഔട്ട് ഓൺ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഞാൻ ഇനി ഏത് പഠിക്കും, ഏത് ടോപ്പിക്കാണ് എനിക്കറിയാത്തത്, എന്തൊക്കെയോ അറിയാം എന്തൊക്കെയോ അറിയില്ല എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്ന സിറ്റുവേഷൻ ഇല്ലേ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഷുഡ് ബി റെഫർ ഇറ്റ് ഓൺ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ നോക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ മേ ബി ഇപ്പോൾ ഒരു ഫസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കാം. ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് എനിക്കിത് അറിയാം, ഇപ്പൊ പ്രൊജക്ട് ഐക്കൺ ഐ നോ ദാറ്റ്. ബട്ട് നിങ്ങൾ ആ പ്രൊജക്ട് ഐക്കൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു 4 മാർക്സിനാണ് തന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ആ 4 മാർക്സിന്റെ ആൻസർ എന്ത് ചെയ്യുക, സാധാ എക്സാമിനേഷൻ എഴുതുന്ന പോലെ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഒന്ന് റൈറ്റ് ഇറ്റ് ഡൗൺ ചെയ്ത് നോക്കുക. എഴുതി നോക്കുമ്പോഴായിരിക്കും പ്രൊജക്ട് ഐക്കൺ സ്റ്റാർട്ട് ചെയ്യും. സെന്ററിൽ എത്തുന്ന സമയത്ത് ദിസ് എ സ്റ്റെക്ക്, അവിടെ സ്റ്റെക്ക് വരും. കാരണം നിങ്ങൾക്ക് അത് മുഴുവൻ അറിയുന്നുണ്ടാവില്ല, സ്റ്റാർട്ട് ചെയ്യാനേ അറിയുന്നുണ്ടാവുള്ളൂ. സോ അപ്പോഴാണ് നിങ്ങൾ അത് പഠിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തമായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാത്തത് എന്നുള്ളത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മാപ്പ് വർക്ക് നിങ്ങൾ പേടിക്കുക ആവശ്യമില്ല, അത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെറ്റാക്കി തരും. മാപ്പ് വർക്കിന്റെ കാര്യത്തിലുള്ള 5 മാർക്ക് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കി തരുന്നതാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഒരു വറിയിട്ട് ചെയ്യേ വേണ്ട. ഡോണ്ട് വറി ഫോർ ദാറ്റ്. then അപ്പം എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ഏരിയാസിന് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. then അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി 20 മാർക്സിന് MCQ ക്വസ്റ്റ്യൻ ഉണ്ട്. 20 മാർക്കിന്റെ MCQ ക്വസ്റ്റ്യൻ നമ്മൾ അതിന്റെ ചെയ്യും, നമുക്ക് വഴിയുണ്ട്. അതിനുള്ള വഴി ഞാൻ എന്ത് ചെയ്യാം അടുത്ത വീഡിയോസിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാപ്പ് വർക്ക് ഒരു 5 മാർക്കിന്റെ മാപ്പ് വർക്ക് ഉണ്ട്. ഇറ്റ്സ് ദ ഈസിയസ്റ്റ് പാർട്ട്. നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ആക്ച്വലി മാപ്പ് വർക്ക് എന്ന് പറയുന്നത്. then അതുപോലെ തന്നെ കേസ് സ്റ്റഡി എന്നാണെങ്കിൽ ഒരു 12 മാർക്കിന്റെ 12 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാണ്, കേസ് സ്റ്റഡി എന്ന് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ നോക്കുന്ന സമയത്ത് 32 then 37 മാർക്സ് നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. MCQയിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം MCQന്റെ ഒരു പാറ്റേണിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. MCQ നമുക്ക് വരുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞു തരാം. നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമ്മീഡിയറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ MCQനെ കുറിച്ചുള്ള ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം തന്നെ തരാം. അതുപോലെ തന്നെ മാപ്പ് വർക്ക് എന്ന് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം റെഫർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. സോ അതുകൊണ്ട് മാപ്പ് വർക്ക് എന്നുള്ള 5 മാർക്സ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാൻ പറ്റും. കേസ് സ്റ്റഡി എന്താ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ തന്നിട്ടുണ്ട്. ആ തന്ന ആൻസറിനെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഉള്ളിലുള്ള ആൻസറിനെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ആൻസർ പേപ്പറിലേക്ക് റൈറ്റ് റിട്ടേൺ ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ വർക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു 37 മാർക്ക് ഈസിയാണ്. ബാക്കിയുള്ളതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്പൊ ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ബാക്കിയുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുക. സോ ഇങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ ആക്ച്വലി ഉള്ളത് 4 ദിവസമാണ്. ഈ 4 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ആക്ച്വലി സൈലത്തിന്റെ കൃത്യമായ ഒരു പ്ലാൻ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൃത്യമായ പ്ലാൻ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ നിങ്ങളുടെ എന്ത് ചെയ്യാണ് ലൈവുകളിലൊക്കെ നിങ്ങൾ ഈ പ്ലാൻ കണ്ടിട്ടായിരിക്കും. ആക്ച്വലി 20-ാം തീയതി എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ എന്ത് ചെയ്തു, ഹിസ്റ്ററിയുടെ മാരത്തോൺ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഹിസ്റ്ററിയുടെ മാരത്തോൺ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ന് എന്ത് ചെയ്തു, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹിസ്റ്ററി കാര്യം സെറ്റ്, ഹിസ്റ്ററി കാര്യം സെറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തായിട്ട് ജിയോഗ്രഫി മാരത്തോൺ ആണ്. ജിയോഗ്രഫി മാരത്തോൺ കഴിഞ്ഞു അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യുന്നു, ജിയോഗ്രഫിയുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു 9 മണിക്ക് സെറ്റ് ആക്കും. 7 മണിക്ക് മാരത്തോണ്, പിന്നെ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, പൊളിറ്റിക്സ് ആൻഡ് സയൻസ്, പൊളിറ്റിക്സിന്റെ മാരത്തോൺ വരുന്നു, പൊളിറ്റിക്സിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എക്കണോമിക്സിന്റെ മാരത്തോൺ, എക്കണോമിക്സിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. അതെല്ലാം കഴിഞ്ഞ് 24th ഇസ് എ മെഗാ മാരത്തോൺ ഹാപ്പനിങ് ഹിയർ. ഒരു മെഗാ മാരത്തോൺ കൂടെ കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ഓൾ സബ്ജക്ട്സ്, നമ്മൾ ഫസ്റ്റ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളോട് പറഞ്ഞതാണ് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സ് ഈസിയോ. അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ ഏരിയാസിനെ എല്ലാത്തിനെയും നമ്മൾ 4 ദിവസത്തെ സോർട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ കൂടെ നിൽക്കുക. നമ്മുടെ എല്ലാ വീഡിയോസും ഇതിൽ ആക്ച്വലി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റ് ചെയ്ത വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം ഇൻഫോം ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയായിരിക്കും നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഓരോ ദിവസം എന്ത് ചെയ്യണമെന്നുള്ളത് വരെ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ കൂടെ നിന്നാൽ മാത്രം മതി. സോ നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിൽ ക്രാക്ക് ദാറ്റ് എക്സാമിനേഷൻ.
വിത്ത് യു ഗൈസ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവില്ല. സോ നിങ്ങൾ എല്ലാവരും ഇതിൽ നമ്മുടെ കൂടെ തന്നെ നിൽക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ വി വിൽ എന്നുള്ള അല്ലെങ്കിൽ വി വിൽ ക്രാക്ക് എന്നുള്ള ഒരു കമന്റ് തൊട്ട് താഴെ ഇട്ടു എന്ന് മാത്രമാണ്. ഐ ബി വൈൻഡ് അപ്പ് ഹിയർ. നമുക്ക് ലൈവുകളിൽ വീണ്ടും കാണാം മക്കളെ. ടാറ്റാ ബൈ ബൈ, സീ യു ഓൾ.